ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ആലപ്പി ഫിഷ് കറിയാണ്. അത് മത്തി വെച്ചിട്ട് നല്ല നാടൻ രീതിയിൽ മൺചട്ടിയിലൊക്കെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഗ്യാസിൽ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അടുപ്പത്ത് വെക്കുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇവിടെ അടുപ്പില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഗ്യാസിൽ വെക്കുന്നത്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, പാം ഓയിൽ സൺഫ്ലവർ ഓയിലൊന്നും ഒഴിക്കരുതും. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഈ എണ്ണ എല്ലായിടത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. പെട്ടെന്ന് അങ്ങ് ചൂടായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് നമുക്ക് എന്നിട്ട് ഉലുവ പൊട്ടിച്ചെടുക്കാനുണ്ട്. എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടിക്കണം, അപ്പം നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക്. ഈ ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്താൽ മതി, പേസ്റ്റ് ആക്കണ്ട. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. സവോള എടുക്കരുത്, ചുവന്നുള്ളി തന്നെ എടുക്കണം. ചുവന്നുള്ളിയൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കുറച്ച് ചുവന്നുള്ളി ഞാൻ 2-3 കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരണം. ഇത് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വാടിക്കിട്ടും. ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് ഇളക്കി നോക്കണം, അടി പിടിക്കരുതും. ഉള്ളിയെല്ലാം എന്താ പകുതിയോളം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഇതും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി ചേർക്കണം. തക്കാളിയൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴാണ് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നത് കറിക്കും. അല്ലെങ്കിൽ ഭയങ്കര ലൂസായിട്ട് കിടക്കും, ചാറിന് ഒട്ടും തിക്നെസ് ഉണ്ടാവില്ല. തക്കാളി നല്ലതുപോലെ ഒന്ന് വാടി അതൊന്ന് ഉടച്ചെടുക്കണം. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് ഉടയുന്ന പരുവായി ഒന്ന് നോക്കാം. നല്ലതുപോലെ ഉടഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം, അപ്പോൾ കറിക്ക് നല്ല തിക്നെസ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. എരിവിനനുസരിച്ച് വേണം മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഈ സമയത്ത് നിങ്ങൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കരുതും. നല്ലതുപോലെ ഒന്ന് വാടി 1 മിനിറ്റെങ്കിലും അടച്ച് വെച്ചിട്ട് അതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ എന്താ മൂടി വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് വെച്ചാൽ മതി, ഒരുപാട് നേരം വെച്ച് കരിഞ്ഞു പോകണ്ട. നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുതിർത്തി വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മീൻകറി വെക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മുളക് കറി വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ആ മീൻകറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നല്ലൊരു ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ കുറച്ച് ചാറിൽ വെക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. ഞാൻ എന്താ കുറച്ച് വെള്ളം കൂടെ ആ മീനൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അതിനായിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കുവാണ്. മത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ മത്തി ആയതുകൊണ്ടാണ് ഞാൻ വരയാതെ ഇട്ട് കൊടുക്കുന്നത്. അത് തന്നെയല്ല, നമ്മുടെ നാട്ടിലതുപോലെയല്ല, പെട്ടെന്ന് അങ്ങ് ഇത് ഉടഞ്ഞു പോകും. നാട്ടിലെ മത്തിയൊക്കെ ചെറുതാണെങ്കിലും നമ്മൾ വരഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ വരഞ്ഞിട്ടില്ല, അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഇതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മതി. ഇത് നമുക്ക് അടച്ചു വെച്ച് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ചാറ് പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും. കുറഞ്ഞ ചാറിലാണല്ലോ നമ്മൾ വേവിച്ചെടുക്കുന്നത്.
ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് ഇളക്കി നോക്കുക. ഒരുപാടിട്ട് ഇളക്കണ്ട, ഉടഞ്ഞു പോവും. എന്താ പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം, ഒന്നും കൂടി എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റും കൂടി ഞാനിവിടെ അടച്ചു വെച്ച് ഒന്നും കൂടി വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലുമാണ്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചൂട് ചോറിനൊപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റായിട്ട് അറിയിക്കണേ.